മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവരാണ് സാധാരണ മാതാപിതാക്കൾ. എന്നാൽ മക്കളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളാണ് ബുദ്ധിയുള്ളവർ. ഇതിന് ഉദാഹരണമായി നല്ല ഒരു കൊച്ചു കഥയുണ്ട്. ഒരു കൃഷിക്കാരൻ ഒരിക്കൽ കുറച്ച് വാഴകൾ നടാൻ തീരുമാനിച്ചു. ഏറ്റവും നല്ല കന്നിനെ കൊണ്ടുവന്ന് വാഴ നടുവാൻ തുടങ്ങി. വാഴകൾ നട്ട് വാഴ നല്ല മനോഹരമായി വാഴകൾ കിളിച്ചു വന്നു. വാഴയ്ക്ക് യാതൊരുവിധ കേടുകളും പറ്റാതിരിക്കാൻ കീടനാശിനികൾ ഒഴിക്കുകയും വാഴയെ മനോഹരമായി വളർത്തിക്കൊണ്ടും വന്നു. അതിനുശേഷം കൃഷിക്കാരൻ നല്ല മനോഹരമായ ഒരു വേലി വാഴക്കൂട്ടത്തിന് ചുറ്റുമായി കെട്ടി. യാത്രക്കാർക്ക് വളരെ മനോഹരമായ ഒരു കൗതുകമായി വാഴത്തോട്ടത്തെ കാണുവാൻ കഴിഞ്ഞു. വാഴകളിൽ പൂമ്പ് വന്നു, കുല കായ്ക്കുവാൻ തുടങ്ങി. വളരെ മനോഹരമായ കുലകൾ കായ്ച്ചു കിടക്കുന്നത് കണ്ട് പലരും അന്തം വിടുവാൻ തുടങ്ങി. കൃഷിക്കാരൻ വളരെ സന്തോഷവാനായി മാറി. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ആ വാഴത്തോട്ടത്തിലേക്ക് നല്ലൊരു കാറ്റ് വീശിയപ്പോൾ വാഴകളെല്ലാം ഒരുപോലെ ഒടിഞ്ഞ് തറയിലേക്ക് വീണു. കൃഷിക്കാരന് പറ്റിയത് എന്താണ്? വാഴ നന്നായി കുലച്ചു വന്നപ്പോൾ ആ വാഴകൾക്ക് ഒരു ഓത കൊടുക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. നമ്മളും ജീവിതത്തിൽ ഇതുപോലെയാണ്. മക്കളെ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ വളർത്തുന്നു. ആവശ്യത്തിനുള്ള ഫുഡ്, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നാം ധാരാളമായി കൊടുക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഒരു താക്കീത് അല്ലെങ്കിൽ സ്നേഹം, കരുണ, വാത്സല്യം ഒക്കെ നാം കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല എങ്കിൽ കൃഷിക്കാരൻ വാഴത്തോട്ടം ഉണ്ടാക്കിയിട്ട് ഓത കൊടുക്കാത്തതായ ആ അമളി നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരും. നല്ല ഭാവിയും നല്ല സ്വഭാവമുള്ള മക്കളെ വാർത്തെടുക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നല്ല മാതൃകയുള്ള മാതാപിതാക്കളായി മാറണം. അവർക്ക് ആവശ്യമുള്ള സമയം താക്കീത് കൊടുക്കുവാനും ഉപദേശിക്കുവാനും മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാവണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അങ്ങനെ മാതാപിതാക്കൾ തയ്യാറാകുകയാണെങ്കിൽ ഉത്തമ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.